സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. ഉത്തരരാമായണം കിളിപ്പാട്ട് 3-ാമത്തെ അധ്യായം ശ്രീരാമ സാന്ത്വനം എന്ന ഭാഗത്തിൻ്റെ സാരം. സീത വാൽമീകി മഹർഷിയോടൊപ്പം പോകുന്നത് കണ്ട് ലക്ഷ്മണൻ പലതരം ചിന്തകളോടും ദുഃഖത്തോടും കൂടി യാത്രയായി. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവർ കൗശികി നദി തീരത്തെത്തി. അന്ന് അവിടെ കഴിച്ചതിന് ശേഷം സൂര്യോദയത്തോടെ അവിടുന്ന് യാത്ര തുടർന്നു. ഉച്ചയോടെ അയോധ്യ നഗരത്തിലെത്തി. ഇനി ബാക്കി ഭാഗങ്ങൾ നോക്കാം. വാടിയ മുഖത്തോടുകൂടി ദുഃഖത്തോടെ കണ്ണീർ ചൊരിഞ്ഞ് ആരെയും നോക്കാതെ കുമ്പിട്ടിരിക്കുന്ന ശ്രീരാമന്റെ സമീപത്തെത്തി അദ്ദേഹത്തിന്റെ പാദകമലങ്ങൾ വണങ്ങിക്കൊണ്ട് ലക്ഷ്മണൻ ഇപ്രകാരം ഉണർത്തിച്ചു. അങ്ങ് അറിവില്ലാത്ത മൂഢന്മാരെ പോലെ ഇങ്ങനെ ദുഃഖിക്കാൻ എന്താണ് കാരണം? ശരീരം, ഭവനം, സമ്പത്ത്, സന്താനങ്ങൾ, ഭാര്യ എന്നിവരോട് വേർപിരിയാതെ ഈ ഭൂമിയിൽ ആരാണ് ഉള്ളത്? തൽക്കാല വിശ്രമത്തിനായി വഴിയമ്പലത്തിൽ വന്നു ചേരുന്ന വഴിയാത്രക്കാർ ക്ഷീണം തീരുമ്പോൾ പിരിഞ്ഞു പോകുന്നത് പോലെ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ എന്നിവരോടുകൂടി കുറേ കാലം കഴിഞ്ഞിട്ട് കർമ്മഫലങ്ങൾ അനുസരിച്ച് ഓരോ സമയത്ത് പിരിഞ്ഞു പോകുന്നു. അതോർത്ത് ദുഃഖിക്കുന്നത് അജ്ഞാനം കൊണ്ടാണത്രേ. ഇത് അറിവുള്ളവർക്ക് ചോദിച്ചതല്ല. അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായി യാതൊന്നുമില്ല. അതിയായ ദുഃഖമുണ്ടാകുമ്പോൾ ആരും വിവേകം വെടിഞ്ഞു പോകും. ഭാര്യയെ പിരിഞ്ഞതുകൊണ്ട് രാജാവിന് വളരെ ദുഃഖമുണ്ട് എന്ന് പരിഹാസരൂപത്തിൽ ജനങ്ങൾ പറയുന്നത് ശുഭകരമല്ല. വിഷയസുഖങ്ങളിൽ ചഞ്ചലചിത്തരാകാത്തവർ ആരുമില്ല. ഋഷിമാർ പോലും സുഖങ്ങളിൽ ആകൃഷ്ടരായി പോകും. രാമൻ ധീരനാണെങ്കിലും ചപലചിത്തനാണ് എന്നെല്ലാം പലരും പറഞ്ഞു തുടങ്ങിയാൽ മഹാബുദ്ധിമാനും രാജാവുമായ അങ്ങേക്ക് അത് ദുഷ്കീർത്തികരമാകും. ഏതുവിധവും അവിടുന്ന് ഈ ദുഃഖത്തിൽ നിന്ന് മോചിതനാകണം. അതാണ് നല്ലത്. സുഖവും ദുഃഖവും ജീവിതത്തിൽ ഇടകലർന്നേ വരൂ. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടിട്ട് അല്പം ദുഃഖം ശമിച്ച ശ്രീരാമൻ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഇനി അനന്തര കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം. ഞാൻ 4 ദിവസമായി ഇങ്ങനെ ദുഃഖിച്ച് കഴിയുന്നു. കാലം വളരെ വേഗം കടന്നു പോകുന്നു. കാര്യമായി ചിന്തിക്കാനൊന്നും സമയം കിട്ടിയില്ല. എല്ലാം വേണ്ടവണ്ണം ആലോചിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ രാജാക്കന്മാർക്ക് തന്മൂലം ആപത്തുണ്ടാകും. അത് പാപത്തിന് കാരണമായേക്കാം. പണ്ട് അയോധ്യയിൽ ഇക്ഷ്വാകു മഹാരാജാവിൻ്റെ സഹോദരനായ നൃഗൻ എന്നൊരു ശ്രേഷ്ഠനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഉത്തമ ബ്രാഹ്മണർക്ക് 1 കോടി പശുക്കളെ ദാനം ചെയ്തു. ഈ ദാനം ജനങ്ങളെല്ലാം പ്രശംസിച്ചു. അക്കാലത്ത് ഒരിക്കൽ ഒരു ബ്രാഹ്മണന്റെ പശു രാജാവിൻ്റെ പശുക്കൂട്ടത്തിൽ കടന്നു വന്നു. ഇതൊന്നും അറിയാതെ രാജാവ് അതിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. പശുവിൻ്റെ ഉടമസ്ഥനായ ബ്രാഹ്മണൻ പല സ്ഥലത്തും അതിനെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ വളരെ ദുഃഖിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് മറ്റൊരു ബ്രാഹ്മണ ഭവനത്തിൽ അയാൾ തൻ്റെ പശുവിനെ കണ്ടു. ശബലേ വാ എന്ന് വിളിച്ചപ്പോൾ പശു അയാളുടെ പിന്നാലെ പോയി. അപ്പോൾ ദാനം കിട്ടിയ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് എനിക്ക് ദാനം തന്ന പശുവാണ്. അപ്പോൾ പശുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ ബ്രാഹ്മണൻ പറഞ്ഞു, എന്നോട് കള്ളം പറയരുത്. എൻ്റെ പശുവിനെ ഒരിക്കലും രാജാവ് നിങ്ങൾക്ക് ദാനം ചെയ്യുകയില്ല. അത് കേട്ട മറ്റേ ബ്രാഹ്മണൻ പറഞ്ഞു, താൻ ദാനം ചെയ്ത പശുവല്ല ഇതെന്ന് രാജാവ് പറയുകയാണെങ്കിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് വിട്ടുതരാം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ തരികയില്ല. നിങ്ങൾ പറഞ്ഞ ദുർവാക്കുകളൊക്കെ ഞാൻ ക്ഷമിക്കാം. പശുവിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ കള്ളന്മാരുടെ പശുവിനെ സ്വീകരിക്കുകയില്ല. അതിന് അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, കള്ളൻ ഞാനല്ല, രാജാവാണ്. ഇപ്രകാരം കലഹിച്ചവർ ഒരു തീരുമാനത്തിലെത്തി. എങ്കിൽ നമുക്ക് പോയി രാജാവിനോട് ചോദിക്കാം. അവർ 2 പേരും കൂടി ഗോപുരവാതിൽക്കലെത്തി. ചെന്ന കാര്യം അറിയിച്ചപ്പോൾ തനിക്ക് അവരെ കാണാൻ സമയമില്ല എന്ന് അറിയിപ്പ് കിട്ടി. കുറച്ചു ദിവസം അവരോട് താമസിച്ചു. എന്നിട്ടും രാജാവിനെ കാണാൻ അവസരമുണ്ടായില്ല. കോപിഷ്ഠനായവർ രാജാവിനെ ഇങ്ങനെ ശപിച്ചു, നീ വളരെ കാലം ഓന്തിൻ്റെ രൂപത്തിൽ കിണറ്റിൽ കിടക്കട്ടെ. പാപനാശനായ ഭഗവാൻ വിഷ്ണു ദ്വാപരയുഗത്തിൽ കൃഷ്ണനായി അവതരിക്കും. അദ്ദേഹത്തിൻ്റെ സ്പർശം കൊണ്ട് നിനക്ക് ശാപമോക്ഷം ലഭിക്കും. അനന്തരം ധർമ്മനിഷ്ഠരായ ആ ബ്രാഹ്മണർ പശുവിനെ 3-മതൊരു ബ്രാഹ്മണന് ദാനം ചെയ്തതിന് ശേഷം സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ രാജാവ് തൻ്റെ പുത്രന് രാജ്യാഭിഷേകം നടത്തിയിട്ട് അവനോട് ദുഃഖത്തോടെ പറഞ്ഞു, മഴയും മഞ്ഞും വെയിലുമുള്ള കാലത്ത് ദുഃഖം കൂടാതെ കഴിയാൻ തക്കവണ്ണം 3 കിണറുകൾ കുഴിക്കുക. അവയുടെ തീരത്ത് ധാരാളം വള്ളികളും വൃക്ഷങ്ങളും ഉണ്ടാക്കണം. നൃഗന്റെ നിർദ്ദേശപ്രകാരം പുത്രനായ വസു വേണ്ടതെല്ലാം ചെയ്തു. രാജാവ് ഇപ്പോഴും ആ കിണറ്റിൽ ഒന്നായി കിടക്കുന്നു. ഇതെല്ലാം കേട്ട ലക്ഷ്മണൻ ശ്രീരാമനോട് വീണ്ടും ചോദിച്ചു, അറിയാതെ ചെയ്തുപോയ ചെറിയ കുറ്റത്തിന് അവർ കോപിച്ച് ഇങ്ങനെ ശപിച്ചത് യുക്തമാണോ? ഇതിൻ്റെ രഹസ്യം ചിന്തിച്ചാൽ ആർക്കറിയാൻ കഴിയും? മൃഗമഹാരാജാവ് ഭാഗ്യവാനായ ദാനശീലൻ ആയിരുന്നുവല്ലോ. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, സഖേ, ഇതൊക്കെ ആർക്കറിയാം?
പ്രാരബ്ധകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഈ ശാപം ഒരു കാരണമായെന്നേ ഉള്ളൂ. ബ്രഹ്മകൽപിതമെല്ലാം ആലോചിച്ചു നോക്കിയാൽ സത്യം തന്നെ. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഇനിയും ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് നിമി എന്നൊരു രാജാവ് ഗൗതമാശ്രമത്തിനടുത്ത് ഭവനം നിർമ്മിച്ച് വളരെ കാലം സന്തോഷത്തോടെ വസിച്ചിരുന്നു. ഒരിക്കൽ തനിക്കൊരു യാഗം നടത്തണമെന്ന ആഗ്രഹം ആചാര്യനായ വസിഷ്ഠനെ അറിയിച്ചു. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, ദേവേന്ദ്രൻ ഒരു യാഗം നടത്താൻ എന്നോട് അപേക്ഷിച്ചു. ഞാൻ അതിനു പോകാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് വന്നേ നിന്റെ യാഗം നടത്താൻ കഴിയൂ. വസിഷ്ഠൻ സ്വർഗത്തിലേക്ക് പോയി. നിമി ഗൗതമ മഹർഷിയെ കൊണ്ട് യാഗം നടത്തിച്ചു. 1000 വർഷം കൊണ്ട് യാഗം സമാപിച്ച് അവഭൃത സ്നാനവും നടത്തി. വസിഷ്ഠൻ മടങ്ങിയെത്തി. അപ്പോൾ നിമി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. തന്നെ കൂടാതെ യാഗം നടത്തിയതിലും തന്നെ സൽക്കരിക്കാത്തതിലും ക്രുദ്ധനായ വസിഷ്ഠൻ, നിന്റെ ദേഹവും ദേഹിയും വേർപെട്ടു പോകട്ടെ എന്ന് രാജാവിനെ ശപിച്ചു. ശാപം കേട്ടുണർന്ന നിമി, അങ്ങയുടെയും ദേഹവും ദേഹിയും വേർപെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. ബ്രഹ്മപുത്രനായ വസിഷ്ഠനെ ശപിച്ചു. ശാപത്താൽ നിമിയും വസിഷ്ഠനും വായുരൂപികളായി. വസിഷ്ഠൻ വായുരൂപത്തിൽ ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി തൻ്റെ സങ്കടം അറിയിച്ചു. മിത്രൻ്റെയും വരുണൻ്റെയും ബീജം കൊണ്ട് ഉർവശിയിൽ ദിവ്യമായൊരു ശരീരം ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് മറുപടി മിത്രൻ്റെയും വരുണൻ്റെയും ബീജങ്ങൾ തമ്മിൽ ചേർന്നപ്പോഴുണ്ടായ ഭാരം താങ്ങാനാകാതെ ഉർവശി 2 ബീജവും ഒരു കുടത്തിൽ നിക്ഷേപിച്ചു. ആ കുടത്തിൽ നിന്ന് ആദ്യം അഗസ്ത്യനും പിന്നീട് വസിഷ്ഠനും ജനിച്ചു. തൻ്റെ ബീജം ധരിച്ചിരിക്കെ മറ്റൊരാളിൻ്റെ ബീജം ധരിച്ചതിൽ ക്രുദ്ധനായി മിത്രൻ പറയുമ്പോൾ സൂര്യൻ, ദീർഘകാലം നീ മനുഷ്യൻ്റെ ഭാര്യയായി തീരട്ടെ എന്ന് ഉർവശിയെ ശപിച്ചു. അങ്ങനെയാണ് ഉർവശി പുരൂരവസിൻ്റെ പത്നി ആയത്. നിമിക്ക് ശരീരമുണ്ടാക്കി കൊടുക്കാമെന്ന് ദേവന്മാരും മുനിമാരും പറഞ്ഞപ്പോൾ നിമി ഇങ്ങനെ മറുപടി നൽകി, ദേഹമുണ്ടായാൽ നിരന്തരം ദുഃഖമുണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ ജീവികളുടെയും കണ്ണിൽ ഞാൻ വായുരൂപത്തിൽ കഴിഞ്ഞുകൊള്ളാം. അത് കേട്ട് അഗ്നി തുടങ്ങിയ ദേവന്മാർ, നിനക്ക് ആശ്വാസം കിട്ടാനായി ജീവികളെല്ലാം കണ്ണ് ഇമ അടച്ചു മിഴിക്കും, ഇമ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും എന്ന് അനുഗ്രഹിച്ചു. നിമിയുടെ ദേഹം മുനിമാർ കടഞ്ഞപ്പോൾ മിതി എന്ന രാജാവ് ഉണ്ടായി. മിതിയുടെ പുത്രന്മാർ മൈഥിലന്മാരായി. വിദേഹൻ പറയുമ്പോൾ ദേഹമില്ലാത്തവൻ, ദേഹമില്ലാതായവൻ പുത്രന്മാരായതിനാൽ മഹാവീരന്മാരായ അവർ വൈദേഹന്മാർ എന്ന് അറിയപ്പെട്ടു. അവരെ മദനം ചെയ്ത് ജനിപ്പിച്ചതുകൊണ്ട് പണ്ഡിതന്മാർ അവരെ ജനകന്മാർ എന്ന് വിളിക്കുന്നു. നമ്മെ കാണാൻ വരുന്നവർക്ക് അതിന് അവസരം കൊടുത്തില്ലെങ്കിൽ ഇത്തരം ആപത്തുകളെല്ലാം ഉണ്ടാകുമെന്ന് നീ മനസ്സിലാക്കണമെന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ അനുസ്മരിപ്പിച്ചു. തുടർന്ന് ലക്ഷ്മണൻ ചോദിച്ചു, നിമി വസിഷ്ഠനെ ശപിച്ചത് എങ്ങനെ? അവർ തുല്യശക്തരാണോ? ശ്രീരാമൻ പറഞ്ഞു, എല്ലാവർക്കും ക്ഷമയുണ്ടാകുകയില്ല. ഇനിയും ഒരു കഥ ഞാൻ ചുരുക്കി പറയാം. ചന്ദ്രവംശത്തിൽ ബുധന്റെ പുത്രനായ പുരൂരവസ് എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ആയുസ്. ആയുസിൻ്റെ മകൻ നഹുഷൻ. നഹുഷന്റെ പുത്രനായിരുന്നു യയാതി. ശുക്രന്റെ മകൾ ദേവയാനിയും വൃഷപർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയുമായിരുന്നു യയാതിയുടെ പത്നിമാർ. ദേവയാനിക്ക് 2 പുത്രന്മാരുണ്ടായി, യദുവും തുർവശുവും. ശർമ്മിഷ്ഠയിൽ പിറന്നവരായിരുന്നു ദ്രുഹു, അനുദ്രുഹു, പുരു എന്നിവർ. യയാതിയുടെ ഇഷ്ടപത്നി ശർമ്മിഷ്ഠയായിരുന്നു. ഇതിൽ ദുഃഖിതയായ ദേവയാനി പിതാവായ ശുക്രനോട് പരാതി പറഞ്ഞു. മകളുടെ സങ്കടത്തിന് കാരണക്കാരനായ യയാതിയെ ശുക്രൻ, നീ ജരാനരകൾ ബാധിച്ച് വൃദ്ധനായി പോകട്ടെ എന്ന് ശപിച്ചു. യയാതി വളരെ ദുഃഖിതനായി. പുത്രനായ യദുവിനോട് യയാതി പറഞ്ഞു, നീ എൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചിട്ട് നിന്റെ യൗവനം എനിക്ക് തരണം. ഇത് കേട്ട് യദു സൂക്ഷ്മധർമ്മം ചിന്തിച്ച് പിതാവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു, ഇത് ധർമ്മമല്ല, എനിക്ക് വിഷമമുണ്ട്, ഞാൻ സമ്മതിക്കുകയില്ല, ഇക്കാര്യം പറയുകയേ വേണ്ട. തുടർന്ന് യയാതി പുരുവിനെ സമീപിച്ചു. നീ എനിക്ക് യൗവനം തരണം, ഞാൻ നിങ്ങൾക്ക് വാർദ്ധക്യം തരാം. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും. ഇതനുസരിച്ച് പുരു ഭക്തിയോടെ സമ്മതിച്ചു. യയാതി മകൻ്റെ യൗവനം ഏറ്റുവാങ്ങി രാജാവിന് പുത്രൻ്റെ നേർക്ക് കാരുണ്യം വർദ്ധിച്ചു. വളരെ കാലം രാജ്യം ഭരിച്ചും ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചും കഴിഞ്ഞതിന് ശേഷം യയാതി പുരുവിൽ നിന്ന് വാർദ്ധക്യം വാങ്ങിയിട്ട് അവൻ്റെ യൗവനം മടക്കി കൊടുത്തു. രാജഭരണം നടത്താൻ പുരുവിനെ അഭിഷിക്തനാക്കി. നിങ്ങൾക്ക് രാജ്യചിഹ്നങ്ങൾ ഇല്ലാതെ പോകട്ടെ. യദു തുടങ്ങിയ 4 പുത്രന്മാരെയും യയാതി ശപിച്ചു. യയാതി സൽഗുണ സമ്പന്നനാകയാൽ തന്നെ ശപിച്ച ശുക്രനെ അങ്ങോട്ട് ശപിച്ചില്ല. മുമ്പ് നൃഗനുണ്ടായതുപോലുള്ള ആപത്തുകൾ നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബഹുമാനത്തോടെ പ്രഭാതത്തിൽ അവരെ കൂട്ടിക്കൊണ്ടുവരണം. രാമലക്ഷ്മണന്മാർ തമ്മിൽ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാത്രി കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു. ശ്രീരാമൻ സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞതിന് ശേഷം ആസ്ഥാന മണ്ഡപത്തിലെത്തി സ്വർണ്ണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി.
ഇനി കാഞ്ചനാദി മുനികളുടെ വരവാണ്. അതടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം.